വെലപ്പുള്ളി മദ്യനിർമ്മാണ കമ്പനി തുടങ്ങാൻ അനുമതി നൽകിയതിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് വി കെ ശ്രീകണ്ഠൻ എം പി. അനുമതി നൽകിയതിൽ മന്ത്രി എം പി രാജേഷിനെതിരെ ഗുരുതര ആരോപണം. മന്ത്രിയുടെ ഭാര്യ സഹോദരനും പുതുശ്ശേരി ഏരിയ സെക്രട്ടറിയും തമ്മിൽ ചർച്ച നടത്തിയെന്നും ഭാര്യ സഹോദരന് കമ്പനിയുമായി എന്താണ് ബന്ധമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി ചോദിച്ചു. ഈ കമ്പനിക്ക് എന്താണ് ഇത്ര താല്പര്യം? ഈ കമ്പനിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ മന്ത്രിയുടെ ഇടപെടൽ എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ബന്ധു ഏരിയ സെക്രട്ടറിയുടെ ഇടപെടൽ എന്തായിരുന്നു? 2022 ശേഷം എത്ര തവണ ഈ കമ്പനിയുമായിട്ട് ഈ മന്ത്രിയും മന്ത്രിയുടെ ബന്ധുക്കളും ചർച്ച ചെയ്തിട്ടുണ്ട്? ഈ ചോദ്യത്തിന് ഇന്ന് വരെ മന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം അഴിമതി, ഗൂഢാലോചന, ഭരണഘടന വിരുദ്ധമായി സത്യപ്രതിജ്ഞാ ലംഘനം, ഈ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് അറിയാൻ ആഗ്രഹമുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം CBI തന്നെ നടത്തണം. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട് വിശദാംശങ്ങളുമായി. പ്രസാദ്, ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. എന്തൊക്കെയാണ് വി കെ ശ്രീകണ്ഠൻ എം പിയുടെ ആരോപണങ്ങൾ? അതിര വളരെ ഗുരുതരമായ ആരോപണം തന്നെയാണ് വി കെ ശ്രീകണ്ഠൻ ഉന്നയിക്കുന്നത്. ഇത് 2022 ഒയാസിസ് കമ്പനി സംസ്ഥാന സർക്കാരിനെ കേരളത്തിൽ ഡിസ്റ്റിലറി തുടങ്ങുന്നതിന് വേണ്ടി സമീപിച്ചിരുന്നു. പക്ഷേ അന്നത്തെ മദ്യനയം ആ ഡിസ്റ്റിലറി തുടങ്ങുന്നതിന് അനുകൂലമായിരുന്നില്ല. അങ്ങനെ അവരെ തിരിച്ചയക്കാനുണ്ടായിട്ടുള്ളത്. പിന്നീട് മദ്യനയം തിരുത്തിയതിന് ശേഷമാണ് ഒയാസിസ് കമ്പനിക്ക് വീണ്ടും അനുമതി നൽകുന്നത്. ഇതിന് പിന്നിൽ വലിയ കോഴ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വി കെ ശ്രീകണ്ഠൻ ആരോപിക്കുന്നത്. മന്ത്രിയുടെ ഭാര്യ സഹോദരനെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. പുതുശ്ശേരി ഏരിയ സെക്രട്ടറി കൂടിയാണ് മന്ത്രിയുടെ ഭാര്യ സഹോദരൻ. ഇവർ രണ്ടുപേരും ഈ കമ്പനിയെ കണ്ടു എന്നുള്ളതാണ് ശ്രീകണ്ഠൻ പറയുന്നത്. 2022 അനുമതി നിഷേധിച്ചതിന് ശേഷം ഇവർ ഈ കമ്പനിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിന് പിന്നിൽ വലിയ കോഴ നടന്നിട്ടുണ്ട്. ഇക്കാര്യം CBI അന്വേഷിക്കണം. CBI അന്വേഷിച്ചാൽ മാത്രമാണ് ഈ വസ്തുതകളെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. ഡൽഹിയിൽ നടന്നിട്ടുള്ള ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് സമാനമായ അഴിമതി തന്നെയാണ് ഇവിടെയും നടന്നിട്ടുള്ളത്. ഒരു കമ്പനിക്ക് വേണ്ടി നയം തന്നെ തിരുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നുള്ളതാണ്. മന്ത്രിക്കെതിരെയും മന്ത്രിയുടെ ഭാര്യ സഹോദരനെതിരെയുമാണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. സർക്കാരിനെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും മന്ത്രി MP രാജേഷ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതുകൂടി വി കെ ശ്രീകണ്ഠൻ ആരോപിക്കുന്നു. മദ്യനിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ CBI അന്വേഷിക്കണമെന്നുള്ളതാണ് ആവശ്യം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പശ്ശേരി.